Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ലീഡേഴ്സ് നേതാക്കന്മാർ നീഡ് എന്നാൽ ആവശ്യമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്, വേണ്ടി വരിക. ലീഡേഴ്സ് നീഡ് നേതാക്കന്മാർക്ക് ആവശ്യമാണ്. കൗൺസിലിംഗ് എന്നാൽ ഉപദേശിക്കൽ, ഉത്ബോധിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഓൺ ഹൗ ടു ബിഹേവ്, ഹൗ ടു എന്നാൽ എങ്ങനെയാണ്, ബിഹേവ് എന്നാൽ പെരുമാറുക. നേതാക്കന്മാർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്, എങ്ങനെയാണ് പെരുമാറുക എന്ന് പഠിക്കാൻ വേണ്ടി. സ്ട്രോങ് ക്രിറ്റിസിസം എന്നാൽ വിമർശിക്കുക എന്നുള്ള അർത്ഥമാണ്, കുറ്റപ്പെടുത്തൽ. സ്ട്രോങ് ക്രിറ്റിസിസം ശക്തമായിട്ടുള്ള വിമർശനം, കുറ്റപ്പെടുത്തൽ. എഗെയിൻസ്റ്റ് എതിരായിട്ട്. CPM ലീഡർഷിപ്പ് എന്നാൽ നേതൃസ്ഥാനം. CPM നേതൃത്വത്തിന് എതിരായിട്ട് ശക്തമായിട്ടുള്ള വിമർശനം. ഇത് പറഞ്ഞുകൊണ്ടാണ് വിമർശനം. നേതാക്കന്മാർക്ക് ഒരു കൗൺസിലിംഗ് ക്ലാസ് ആവശ്യമാണ്, എങ്ങനെയാണ് പെരുമാറുക എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ആലപ്പുഴ. സ്ട്രോങ് ക്രിറ്റിസിസം ശക്തമായിട്ടുള്ള വിമർശനം വാസ് റേസ്ഡ്. റേസ് എന്നാൽ ഉയരുക. ശക്തമായിട്ടുള്ള വിമർശനം ഉയർന്നു, ഉന്നയിക്കപ്പെട്ടു. എഗെയിൻസ്റ്റ് എതിരായിട്ട്. CPM ടോപ്പ് ലീഡർഷിപ്പ്. CPM ടോപ്പ് മുതിർന്ന നേതൃത്വത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടു. ഇൻ ദ കണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി ഡ്യൂറിങ് ദി അസംബ്ലി ഇലക്ഷൻ റിവ്യൂ മീറ്റിംഗ്സ്. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ. ദി അസംബ്ലി ഇലക്ഷൻ റിവ്യൂ മീറ്റിംഗ് എന്നാൽ അവലോകന യോഗം. കണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി ഡ്യൂറിങ് അസംബ്ലിക്കിടയിൽ, ഇലക്ഷൻ റിവ്യൂ മീറ്റിങ്ങിനിടയിൽ ശക്തമായിട്ടുള്ള വിമർശനം CPM മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ഉണ്ടായി. ദ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ സെഡ് പറഞ്ഞു ദാറ്റ് ദ ലീഡേഴ്സ് ഷുഡ് ബി സബ്ജക്റ്റഡ്. സബ്ജക്റ്റ് എന്നാൽ ഇവിടെ അർത്ഥം വിധേയമാകുക എന്നുള്ള അർത്ഥമാണ്. ലീഡേഴ്സ് ഷുഡ് ബി സബ്ജക്റ്റഡ്. ലീഡർമാർ, നേതാക്കന്മാർ ഷുഡ് ബി സബ്ജക്റ്റഡ്, അവർ വിധേയരാവണം. ടു കൗൺസിലിങ്ങിന് അവർ വിധേയരാവണം. ഓൺ ഹൗ ടു ബിഹേവ് വിത്ത് ദ പീപ്പിൾ. ഹൗ ടു ബിഹേവ് എന്നാൽ എങ്ങനെയാണ് പെരുമാറുക. വിത്ത് ദ പീപ്പിൾ എന്നാൽ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനുള്ള കൗൺസിലിങ്ങിന് നേതാക്കന്മാർ വിധേയരാവണമെന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ പറഞ്ഞു. ദ കമ്മിറ്റി ബ്ലെയിംഡ്. ബ്ലെയിം എന്നാൽ കുറ്റപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ദ കമ്മിറ്റി ബ്ലെയിംഡ്. കമ്മിറ്റി കുറ്റപ്പെടുത്തി. ദ CPM ലീഡർഷിപ്പ്. CPM നേതൃത്വത്തെ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഫോർ ബ്രിങ്ങിങ് ഡൗൺ എ പോപ്പുലർ ഗവൺമെൻറ്. ബ്രിങ് ഡൗൺ എന്നാൽ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്, സാധാരണ നിലയിലാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പോപ്പുലർ ഗവൺമെൻറ് എന്നാൽ ജനപ്രീതിയുള്ള ഗവൺമെൻറ്. ഒരു ജനപ്രീതിയുള്ള ഗവൺമെൻറ്റിനെ താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുവന്നതിന് കമ്മിറ്റി CPM നേതൃത്വത്തെ കുറ്റപ്പെടുത്തി. എങ്ങനെയുള്ള ഗവൺമെൻറ്റിനെയാണ് താഴേക്ക് കൊണ്ടുവന്നത്? ദാറ്റ് വൺസ് ചെരിഷ്ഡ് എ ഗ്രേറ്റ് റെപ്പോർ വിത്ത് ദ പീപ്പിൾ. ചെരിഷ്ഡ് എന്നാൽ പരിപോഷിപ്പിക്കപ്പെട്ട, ഇതൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥം ചെരിഷ് എന്നതിന് വിലപ്പെട്ടതായി കരുതുക, മനസ്സിൽ താലോലിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. റെപ്പോർട്ട് എന്നാൽ ഐക്യമത്യം, യോജിപ്പ്, ഇതൊക്കെയാണ് അർത്ഥം. ഗ്രേറ്റ് റെപ്പോർട്ട് വിത്ത് ദ പീപ്പിൾ, ഇതിനർത്ഥം ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം എന്നുള്ള അർത്ഥമാണ്. കോമൺ പീപ്പിൾ എന്നാൽ സാധാരണ ജനങ്ങൾ. ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു ജനപ്രിയ സർക്കാരിനെ തകർത്തതിന്, താഴത്തേക്ക് കൊണ്ടുവന്നതിന് CPM നേതൃത്വത്തെ കമ്മിറ്റി കുറ്റപ്പെടുത്തി. ദ ലീഡേഴ്സ് ഷുഡ് ഹാവ് ഫോർഗോട്ടൺ എന്നത് ഫോർഗെറ്റ് എന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. ഫോർഗെറ്റ് എന്നാൽ മറക്കുക, രണ്ടാമത്തെ രൂപം ഫോർഗോട്ട്, മൂന്നാമത്തെ രൂപം ഫോർഗോട്ടൺ. ദ ലീഡേഴ്സ് ഹാവ് ഫോർഗോട്ടൺ. നേതാക്കന്മാർ മറന്നിട്ടുണ്ട്, അതാണ് അർത്ഥം. ദ ലീഡേഴ്സ് ഹാവ് ഫോർഗോട്ടൺ. നേതാക്കന്മാർ മറന്നിട്ടുണ്ട്. ഹൗ ടു ബിഹേവ് വിത്ത് ദ കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യം നേതാക്കന്മാർ മറന്നുപോയി.
ദ ന്യൂ ജനറേഷൻ ഈസ് ഇമിറ്റേറ്റിംഗ് ദം. ഇമിറ്റേറ്റ് എന്നാൽ അനുകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ദം എന്നാൽ അവരെ, നേതാക്കന്മാരെ. ഇമിറ്റേറ്റിംഗ് ദം അവരെ അനുകരിക്കുന്നു, പിന്തുടരുന്നു. ജനറേഷൻ എന്നാൽ തലമുറ. പുതിയ തലമുറ അവരെ അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടെ കമ്മിറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ട്, CPM നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ദ ന്യൂ ലീഡേഴ്സ് ഷുഡ് ഓൺലി ബി ഗിവൺ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്നാൽ ചുമതല, ഉത്തരവാദിത്വം, ഇതൊക്കെ അർത്ഥം, സ്ഥാനം. ദ ന്യൂ ലീഡേഴ്സ് ഷുഡ് ഓൺലി ബി ഗിവൺ. പുതിയ നേതാക്കന്മാർക്ക് നൽകിയിരിക്കണം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, ബാധ്യതകൾ നൽകിയിരിക്കണം. ഇങ്ങനെ മാത്രമേ നൽകാവൂ. ആഫ്റ്റർ ചെക്കിംഗ് ദെയർ പോപ്പുലാരിറ്റി ആൻഡ് കണക്ഷൻ വിത്ത് ദ പീപ്പിൾ. പോപ്പുലാരിറ്റി എന്നാൽ ജനപ്രീതി, ജനസ്വാധീനം. ആഫ്റ്റർ ചെക്കിംഗ് എന്നാൽ പരിശോധിച്ചതിന് ശേഷം. കണക്ഷൻ വിത്ത് ദ പീപ്പിൾ എന്നാൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം. പുതിയ നേതാക്കന്മാർക്ക് ജനങ്ങളോടുള്ള ബന്ധവും ജനപ്രീതിയും പരിശോധിച്ച ശേഷമേ ഉത്തരവാദിത്തങ്ങൾ നൽകാവൂ. ഗിവൺ റെസ്പോൺസിബിലിറ്റി എന്നാൽ ഉത്തരവാദിത്വം നൽകുക. ചെക്കിംഗ് ദെയർ പോപ്പുലാരിറ്റി എന്നാൽ അവരുടെ ജനപ്രീതി പരിശോധിച്ച്. കണക്ഷൻ വിത്ത് ദ പീപ്പിൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അടുപ്പം. ദ മെമ്പേഴ്സ് ഓൾസോ അലേജ്ഡ് ദാറ്റ്. മെമ്പർമാർ ഇതുകൂടെ ആരോപിച്ചു. ഓൾസോ എന്നാൽ ഇതുകൂടെ എന്നുള്ള അർത്ഥം. അലേജ്ഡ് എന്നാൽ ആരോപിച്ചു. ദ ഗവൺമെൻറ് ഓഫൺ. ഗവൺമെൻറ് പലപ്പോഴും ബിഹേവ്ഡ് പെരുമാറിയിട്ടുണ്ട്. ഇൻ എ കണ്ടിസെൻഡിങ് സ്റ്റൈൽ. സ്റ്റൈൽ എന്നാൽ രീതി. കണ്ടിസെൻഡിങ് എന്നാൽ അർത്ഥം താൻ തന്നെയാണ് കൂടുതൽ ബുദ്ധികൂർമ്മയുള്ള വ്യക്തിയും നല്ലതായും പെരുമാറുന്നത് എന്ന് സ്വയം പരിഗണിച്ച് അത്തരത്തിൽ ജനങ്ങളോട് ഇടപെടുക, അല്ലെങ്കിൽ ഒരാളോട് ഇടപെടുക, അതാണ് അർത്ഥം. ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ പലപ്പോഴും ഗവൺമെൻറ് ജനങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ഈവൻ വെൻ എന്നാൽ അപ്പോൾ പോലും എന്നുള്ള അർത്ഥം. ഈവൻ എന്നാൽ പോലും, വെൻ എന്നാൽ ആ സമയത്ത്. അപ്രോച്ച്ഡ് ബൈ ലോക്കൽ. അപ്രോച്ച് എന്നാൽ സമീപിക്കുക. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഗവൺമെൻറ്റിനോട് സമീപിക്കുമ്പോൾ പോലും, ആ സമയത്ത് പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ, മുമ്പ് പറഞ്ഞതുപോലെയുള്ള രീതിയിൽ ഗവൺമെൻറ് ജനങ്ങളോട് ഇടപഴകിയിട്ടുണ്ട്. ഈ ബ്രാഞ്ച് സെക്രട്ടറീസ്, MLAs ഓർ ലീഡേഴ്സ്. കണ്ടിസെൻഡിങ് സ്റ്റൈൽ മേൽക്കോയ്മ കാണിക്കുന്ന അഹങ്കാരപരമായിട്ടുള്ള സമീപനം. അപ്രോച്ച്ഡ് ബൈ എന്നാൽ സമീപിച്ചപ്പോൾ. MLAs ഓർ ലീഡേഴ്സ്, MLAമാർ അല്ലെങ്കിൽ നേതാക്കൾ. പ്രാദേശിക ബ്രാഞ്ച് സെക്രട്ടറിമാർ, MLAമാർ അല്ലെങ്കിൽ നേതാക്കൾ. ഇവരൊക്കെ സമീപിച്ചപ്പോഴും സർക്കാർ പലപ്പോഴും അഹങ്കാരപരമായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്നും ഈ മെമ്പർമാർ ആരോപിച്ചു. ദേ സെഡ് ദാറ്റ്. അവർ പറഞ്ഞു, മെമ്പർമാർ പറഞ്ഞു. ദി ആറ്റിറ്റ്യൂഡ് വാസ്. ആറ്റിറ്റ്യൂഡ് എന്നാൽ ഇവിടെ മനസ്ഥിതി, പെരുമാറ്റം, ഇതൊക്കെയാണ് അർത്ഥം. ദേ സെഡ് ദാറ്റ്. മെമ്പർമാർ പറഞ്ഞു. ദി ആറ്റിറ്റ്യൂഡ് വാസ് സോ ടെറിബിൾ. ടെറിബിൾ എന്നാൽ മോശമായ എന്നുള്ള അർത്ഥമാണ്. ആറ്റിറ്റ്യൂഡ് എന്നാൽ പെരുമാറ്റം വളരെ മോശമായ രീതിയിലായിരുന്നു. ദാറ്റ് ഈവൻ എ സ്റ്റോഞ്ച് കമ്മ്യൂണിസ്റ്റ് വുഡ് ഹേറ്റ് ദ പാർട്ടി. സ്റ്റോഞ്ച് എന്നാൽ ഉറച്ചു നിൽക്കുന്ന, ദൃഢതയുള്ള, വിശ്വസ്തതയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ചാപ്പല്യമില്ലാത്ത. ഹേറ്റ് എന്നാൽ വെറുക്കുക എന്നുള്ള അർത്ഥമാണ്. ഈവൻ എന്നാൽ പോലും. ഈവൻ എ സ്റ്റോഞ്ച് കമ്മ്യൂണിസ്റ്റ് വുഡ് ഹേറ്റ് ദ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്റ്റോഞ്ച് കമ്മ്യൂണിസ്റ്റ്, ഒരു ഉറച്ച നിലപാടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും പാർട്ടിയെ വെറുത്തേക്കും. അത്തരത്തിൽ വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. പെരുമാറ്റം അങ്ങനെയായിരുന്നു എന്ന് മെമ്പർമാർ പറഞ്ഞു. ദ ലോക്കൽ കമ്മിറ്റി ലെവൽ റിവ്യൂ മീറ്റിംഗ്സ് ഇൻ ചേർത്തല ആൻഡ് ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസീസ് ബിഗാൻ ഓൺ ഫ്രൈഡേ. കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നാൽ മണ്ഡലങ്ങൾ, ബിഗാൻ എന്നാൽ തുടങ്ങി. ലോക്കൽ കമ്മിറ്റി ലെവൽ റിവ്യൂ മീറ്റിങ്ങുകൾ ചേർത്തലയിലും ആലപ്പുഴയിലും ഈ മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ച തുടങ്ങി. ഓൺ ഫ്രൈഡേ എന്നാൽ വെള്ളിയാഴ്ച, ബിഗാൻ എന്നാൽ ആരംഭിച്ചു. വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത് ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ, മണ്ഡലങ്ങളിൽ. ഇൻ ഓൾ ദ പ്രീവിയസ് എലക്ഷൻ റിവ്യൂ മീറ്റിംഗ്സ്. പ്രീവിയസ് എന്നാൽ മുൻകഴിഞ്ഞ എന്നുള്ള അർത്ഥമാണ്, മുന്നേയുള്ള. ഇലക്ഷൻ റിവ്യൂ മീറ്റിംഗ് എന്നാൽ തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ.
സിവിയർ ക്രിറ്റിസിസം വാസ് ലെവൽഡ് അഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, ക്രിറ്റിസിസം എന്നാൽ വിമർശനം, സിവിയർ എന്നാൽ ഗുരുതരമായിട്ടുള്ള കടുത്ത വിമർശനം, ഇതാണ് അർത്ഥം സിവിയർ ക്രിറ്റിസിസം. ലെവൽഡ് എന്നാൽ ഇവിടെ ഉന്നയിച്ചു എന്നുള്ള അർത്ഥമാണ്. ലെവൽഡ് അഗെയിൻസ്റ്റ് എതിരായി ഉന്നയിച്ചു. സീനിയർ ലീഡേഴ്സ് മുതിർന്ന നേതാക്കന്മാർ. ഇൻ ഓൾ ദ പ്രീവിയസ് എലക്ഷൻ റിവ്യൂ മീറ്റിംഗ്സ് എന്നാൽ മുൻകഴിഞ്ഞ എലക്ഷൻ റിവ്യൂ അവലോകന യോഗങ്ങൾ. കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും പിണറായി വിജയൻ, എം.വി. ഗോവിന്ദൻ പോലുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു.